ഈജിപ്തിലൊരു മഹാപണ്ഡിതനുണ്ടായിരുന്നു, ഇബ്രാഹിം ഇസ്സത്ത് എന്ന് പറഞ്ഞിട്ട്. ഇബ്രാഹിം ഇസ്സത്ത് വളരെ കുറച്ചു കാലം ജീവിച്ചിട്ടുള്ളൂ. 43 വയസ്സിൽ മരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. പ്രത്യേകിച്ചും ഈജിപ്തിന്റെ ഒരു പ്രയാസമുള്ള കാലഘട്ടമായിരുന്നു 70കളും 80കളും ഒക്കെ. അടുത്ത കാര്യം പറഞ്ഞു, 970 980കളിൽ ജീവിച്ച് മരിച്ച ഒരു മഹാമനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ ഖുത്ബകളായിരുന്നു. ഖുത്ബകൾ 20 വർഷം തുടർച്ചയായി അദ്ദേഹം ഒരു പള്ളിയിൽ ഖുത്ബ നടത്തിയിട്ടുണ്ട്. മസ്ജിദ് അനസ് ബിൻ മാലിക് എന്ന് പറയും, ഈജിപ്തിലെ ഒരു പള്ളിയിലാണ്. ആ ഖുത്ബയുടെ പ്രത്യേകത, ആ ഖുത്ബ ഇപ്പം ലഭ്യമാണ്, പുസ്തകമായിട്ട് ലഭ്യമാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ അദ്ദേഹം ഒന്നാമത്തെ ഖുത്ബ മുതൽ ഖുർആൻ തഫ്സീർ ചെയ്യാൻ ആരംഭിച്ചു. ജീവിതത്തിന്റെ അവസാനമാണ്, വളരെ കുറച്ചു കാലം ജീവിച്ചിട്ടു. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം പള്ളിയിലേക്ക് വന്നാൽ തന്നെ ഒരു കയറി വരും തന്നെ വല്ലാത്തൊരു ഹൈബത്താണ്, ഒരു ഗാംഭീര്യമാണ്. അദ്ദേഹം മിമ്പറിലേക്ക് കയറിയാൽ ആളുകൾ കരയാൻ തുടങ്ങുമെന്ന്. അദ്ദേഹം ഖുർആൻ മിമ്പറിൽ വെച്ച് തഫ്സീർ ചെയ്ത് പൂർത്തിയാക്കി. സൂറത്തുന്നാസ് പൂർത്തിയാക്കി. അവസാനത്തെ ഖുത്ബ സൂറത്തുന്നാസാണ്. ആ സൂറത്തുന്നാസ് പൂർത്തിയാക്കി അന്ന് അദ്ദേഹം വഫാത്തായി, അദ്ദേഹം മരിച്ചു. അള്ളാഹുവിനെ ഇഷ്ടമാകുമ്പോൾ അതാണ് ഈ സ്വഹബത്തിന്റെ ഒരു സവിശേഷത. ആ തഫ്സീർ പൂർത്തിയായെന്ന് അദ്ദേഹം വഫാത്തായി. ഞാൻ കഥ പറയല്ല, ഇതൊക്കെ അടുത്ത് കഴിഞ്ഞ സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ സഹാബികളുടെ ജീവിതത്തിൽ മഹാസംഭവങ്ങളാണ്. ഖുർആന്റെ സ്വഹബത്ത് അവർക്ക് ഉണ്ടാക്കി തീർത്ത അവസ്ഥ ഭയങ്കരമാണ്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, സഹോദരന്മാരെ, നമ്മളൊക്കെ ഈ സ്വഹബത്തിന് വേണ്ടി ആഗ്രഹിക്കണം. ഞാൻ ആമുഖമായി കൂട്ടുകാരെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ കുറെ കൂട്ടുകാർ വന്നില്ലേ? ഇഷ്ടപ്പെടുത്തുന്ന, സന്തോഷിപ്പിക്കുന്ന, മങ്ങാത്ത ഓർമ്മകൾ ഇപ്പോഴുമുള്ള ആ രീതിയിൽ ഖുർആൻ നമുക്ക് ആയി കിട്ടണം. ആ രീതിയിൽ ഖുർആൻ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് സൂറത്തുൽ ബഖറ എങ്കിലും, അതാണ് നബിയുടെ ആ ഒരു അവതരണ രീതികൾ ശ്രദ്ധിച്ചില്ലേ? ആദ്യം ഖുർആൻ മുഴുവൻ പറഞ്ഞു, പിന്നെ സെഹ്റാവൈനി പറഞ്ഞു, പിന്നെ പറഞ്ഞു സൂറത്തുൽ ബഖറ എങ്കിലും കിട്ടിയവരായി വേണം നമ്മൾ ജീവിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹുവിന്റെ കലാമുമായി നമുക്ക് സ്വഹബത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഖുർആനായിരിക്കണം, ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഖുർആനായിരിക്കണം. വായിച്ചാലും പഠിച്ചാലും പോരാ, ഏറ്റവും കൂടുതൽ ആഴത്തിൽ തദബ്ബുർ ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത് ഖുർആനെ കുറിച്ചായിരിക്കണം. ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വഭാവം, രീതി, ജീവിതം അത് ഖുർആനാണ്. എങ്കിൽ ഉറപ്പാണ്, ഉമർ ഖത്താബ് പറഞ്ഞ വാചകല്ലേ, നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ ഖുർആൻ കൊണ്ട് അള്ളാഹു നമ്മളെ ഉയർത്തും, ഒരു സംശയമില്ല. ഈ ഖുർആൻ നമ്മൾ അവഗണിച്ചാലോ, ആ ഖുർആൻ കാരണമായി നമ്മൾ താഴ്ന്നു പോവുകയും ചെയ്യും. അതാണ് നബിയുടെ ഒരു ദുആയിൽപ്പെട്ടതാണ്, അള്ളാഹു ഈ ഖുർആനെ എനിക്ക് അനുകൂലമായ സാക്ഷിയാക്കണം, എനിക്ക് പ്രതികൂലമായ സാക്ഷിയാക്കരുത്. ഈ പറയുന്ന എനിക്കടക്കം ഇത് ബാധകമാണ്. ഖുർആനെ കുറിച്ച് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ കൂടുതൽ വായിക്കുന്ന, ഓർക്കുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, പ്രാവർത്തികമാക്കുന്ന, നിങ്ങൾ ആലോചിക്കുന്ന നമ്മുടെ പരാജയത്തിന് തന്നെ കാരണം സഹോദരന്മാരെ ഇതിനെ ഒഴിവാക്കിയതാണ്, ഈ ഖുർആൻ ഒഴിവാക്കിയതാണ്. നമ്മൾ പറ്റ പരാജയപ്പെടും. ഇനി ഈ ഖുർആൻ ഒഴിവാക്കിയാൽ പറ്റ പരാജയപ്പെടും. അതാണ് മനസ്സിലാക്കുക. അഹ്ലുൽ കിതാബിന്റെ ചരിത്രം മുഴുവൻ ഖുർആൻ പറഞ്ഞു തന്നത് അവരുടെ വേദത്തെ അവർ ഒഴിവാക്കിയതാണ്. വേദത്തെ ഒഴിവാക്കിയപ്പോൾ അള്ളാഹു അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി, കക്ഷിമാത്സര്യം ഉണ്ടാക്കി. അതല്ലേ നമ്മുടെ മൊത്തം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. അതുകൊണ്ട് ഖുർആൻ നമ്മുടെ സാഹിബാകാൻ എല്ലാവരും ആഗ്രഹിക്കുക. ഖുർആൻ നമ്മുടെ ആ പദാരും മറന്നുപോയത്, സാഹിബാകണം. നമുക്ക് അസ്ഹാബുൽ ഖുർആൻ ആകണം. ഖുർആൻ നമ്മുടെ സാഹിബാകണം, നാം ഖുർആനിന്റെ സാഹിബാകണം. ആ സുഹബത്തിന് വേണ്ടി ആഗ്രഹിക്കണം. എവിടെയാണോ അവസരം കിട്ടുന്നത് അവിടെ ഖുർആന്റെ മുമ്പിൽ ഇരിക്കാൻ, ഖുർആൻ പഠിക്കാൻ, ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കാൻ, ഖുർആനെ തദബ്ബുർ ചെയ്യാൻ, ഖുർആൻ ജീവിതത്തിൽ പകർത്താൻ, ഖുർആനിലുള്ള സ്വഭാവം നമ്മുടെ സ്വഭാവമാക്കി മാറ്റാൻ എല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ